ഓരോ മണ്ഡലത്തിലെയും വോട്ടർമാർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളായി അവർ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് പരിഗണിക്കുക? 24 അതറിയാനുള്ള ശ്രമത്തിലാണ് വോട്ടർ പട്ടിക. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ എന്തൊക്കെയാണ് പ്രചാരണ വിഷയങ്ങൾ? വോട്ടർമാർക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? വോട്ടർമാർ പറയുന്നു വോട്ടർ പട്ടികയിലൂടെ പത്തനംതിട്ടയിൽ. വോട്ടർ പട്ടികയുമായി നമ്മളിപ്പോഴുള്ളത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡിലാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുകയാണല്ലോ, എന്തൊക്കെയാണ് ചേട്ടൻ്റെ മനസ്സിലുള്ള പ്രചരണ വിഷയങ്ങൾ? പ്രചരണ വിഷയം എന്ന് പറഞ്ഞാൽ ശബരിമല ഒരു പ്രശ്നമാണ്. ഇവിടെ ഒന്നാമത് അയ്യപ്പൻ്റെ നാടാണ് പത്തനംതിട്ടയിലെ ശബരിമല വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അന്നത്തെ ആ പ്രശ്നം ഒരു ജനങ്ങളുടെ മനസ്സിൽ ഉണ്ട്, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ മനസ്സിലൊക്കെ ഉണ്ട്. അതൊക്കെ ബാധിക്കുമെന്നാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഇതല്ലാതെ മറ്റ് വികസന എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും? വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ MP ആൻ്റണി എൻ്റെ വീട് ചിറ്റാറാണ്, ചിറ്റാർ പഞ്ചായത്തിലാണ്, പത്തനംതിട്ട മണ്ഡലത്തിൽപ്പെട്ട. ആൻ്റണി പിന്നെ കണ്ടിട്ടില്ല, 5 കൊല്ലം ഇതുവരെ ആ ഭാഗത്തോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതൊക്കെ ഒരു നമുക്കൊരു മനസ്സിലുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് ശബരിമല ഇഷ്യൂ ആണല്ലോ ഒരു ട്രെൻഡ്. ഇപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഇവിടെ മെയിനായിട്ട് വിഷയം ഈ 10 വർഷമായിട്ട് MP ഇവിടെ വട്ടപൂജയാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ. ഇപ്പോൾ ഈ 10 വർഷത്തെ ആൻ്റണിയുടെ പ്രവർത്തനവും 3 വർഷം കൊണ്ട് ഈ വീണ ജോർജ് MLA യുടെ പ്രവർത്തനം മാത്രം താരതമ്യം ചെയ്താൽ മതി വീണ ജോർജ് മണ്ഡലത്തിൽ നിന്ന് വിജയിക്കും എന്നുള്ളതിന് തെളിവാണ്. ഇവിടുത്തെ പ്രധാനമായിട്ട് വേണ്ട വികസനം തന്നെ. ഈ രാജ്യത്തെ മതേതര കക്ഷികളെല്ലാം കൂടി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഈ രാജ്യത്തൊരു മതേതര സംവിധാനം വരും. അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് അവസാനത്തെ തെരഞ്ഞെടുപ്പാകുമെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് ഭരണകൂടം ഇവിടെ ഇതോടുകൂടി അവസാനിക്കണമെങ്കിൽ ഈ മതേതര കക്ഷികൾ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടണമെന്നാണ് എൻ്റെ അഭിപ്രായം. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പറയാൻ എൻ്റെ മനസ്സിലുള്ള വിഷയം എന്ന് വെച്ചാൽ അവരുടെ വിഷയം തന്നെയാണ്. ഇവിടെ പത്തനംതിട്ട ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന അതായിരിക്കും. വികസനം തന്നെയാണ് പ്രധാന വിഷയം. ഇലക്ഷൻ വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേരളീയരെ മാക്സിമം മറക്കാൻ ശ്രമിക്കുകയുള്ളൂ. നമ്മുടെ നല്ല വികസനം ഉള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ. രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട പ്രചരണ വിഷയങ്ങൾ. ഇവിടെ പ്രാദേശിക വികസനം ഉൾപ്പെടെയുള്ളവ ജനങ്ങളുടെ മനസ്സിൽ പ്രചരണ വിഷയങ്ങളായി നിലനിൽക്കുന്നു.